അപ്പോൾ ഇന്നൊരു ബ്രെഡ് ചോക്ലേറ്റ് പുഡിങ്ങാണ് ട്രൈ ചെയ്യുന്നത്. അത്യാവശ്യം ഒരു 6 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് സ്വന്തമായി പരീക്ഷണാർത്ഥം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതൊരു 6 പീസ് ബ്രെഡ്. അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കി നോക്കുന്നില്ല, ഫ്ലോപ്പായെങ്കിൽ എന്തെങ്ങനെയാണെന്നറിയില്ല. പിന്നെ ഒരു 300 ml പാല്, അതിലേക്ക് നമ്മളൊരു 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക്. അത് ലൈക്ക് മിഠായി മേറ്റോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ എത്രമാത്രം അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നോ അതനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാം. അപ്പോൾ ഈ ഒരു ലിക്വിഡിലേക്ക് ഇത് എന്നിട്ട് നമ്മൾ നല്ലപോലെ അത്യാവശ്യം ഇളക്കി, ഈ മിൽക്ക് മെയ്ഡ് കട്ട പിടിക്കാതെ നോക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഇളക്കിയിട്ട് ഒരു ചെറുതായിട്ടൊരു കുറുക്ക് പരുവത്തിലാക്കി, ഫുള്ള് ലിക്വിഡ് വറ്റിക്കരുത്, അത്യാവശ്യം ലിക്വിഡ് പരുവായിരിക്കണം. പിന്നെ അതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. അതിപ്പോൾ ചേർത്താലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതിനകത്ത് മൊത്തം ഒരു 6 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ വരുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ബ്രെഡ് ബ്രെഡിലേക്ക് ഇതൊഴിച്ച് പയ്യെ ബ്രെഡ് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് 1/2 ലിറ്റർ പാലും അതുമാതിരി തന്നെ 1/2 ലിറ്റർ പാലിന് 25 ഗ്രാം കൊക്കോ പൗഡർ. അത് ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന ഹെർഷീസിൻ്റെയാണ് ഇവിടെ ഇരിക്കുന്നത്. മോഡയുടെയും നമ്മൾ യൂസ് ചെയ്യപ്പോൾ നല്ല ക്വാളിറ്റി ഐറ്റമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് 25 ഗ്രാംസ് കൊക്കോ പൗഡറിൻ്റെ ഒപ്പം 50 ഗ്രാം ഷുഗർ. അപ്പോൾ ഈ റേഷ്യോ എങ്ങനെയാണ്? 1/2 ലിറ്റർ പാലിന് കൊക്കോ പൗഡർ 25 ഗ്രാംസും ഷുഗർ 50 ഗ്രാംസും. പിന്നെ മധുരവും മറ്റേ ഈ ബിറ്റർനെസ്സും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണോ അതനുസരിച്ച് നിങ്ങൾ ഇത് വേരി ചെയ്യാം. അതെല്ലാം നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഇഷ്ടമാണ്. ഇനി നമുക്ക് അത്യാവശ്യം ഇതൊരു മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് ആക്കാം. അത്യാവശ്യം കുറച്ച് അധികം നേരം 15 to 30 മിനിറ്റ്സ് ഇളക്കിയാൽ നമുക്കിങ്ങനെ ഒരു ചെറിയ മോൾട്ടൺ സ്റ്റേറ്റിലേക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ അധികം ക്വാണ്ടിറ്റി എടുത്തില്ല. ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഇതിലേക്ക് ഇത് പയ്യൊന്ന് ഏറ്റവും ബേസ് ഒന്ന് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ ഈ സോക്ക് ചെയ്തേക്കുന്ന ബ്രെഡ് അത്യാവശ്യം ഒരു ലെയർ വെച്ചു. നമുക്ക് ഒരു ലെയർ വെക്കാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമത്തെ ലെയർ നമ്മൾ ഉദ്ദേശിച്ചു, പക്ഷേ അതിന് 8 പീസ് ബ്രെഡ് വേണമായിരുന്നു, അത് നടന്നില്ല. എന്നിട്ട് ഇതിന് മേലേക്ക് പയ്യെ വീണ്ടും കുറച്ചും കൂടെ ചോക്ലേറ്റ് നമ്മളെടുത്ത് തേച്ച് വിടുകയാണ്. ഇനി അത്യാവശ്യം നല്ല ആൽമണ്ടൊക്കെ ഉണ്ടെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട സംഭവം സൂപ്പറായിരിക്കും. നമുക്ക് ഈ ബാലൻസ് എന്തെങ്കിലും 2 പീസ് ബ്രെഡ് നമ്മൾ പയ്യെ ക്രഷ് ചെയ്ത് മേലേക്ക് വെച്ചു. എന്നിട്ട് നമ്മുടെ ഫുൾ ലിക്വിഡും ചോക്ലേറ്റും എല്ലാം അതിന് മേലെ ഇട്ടു. ഇനി നമ്മുടെ ഫൈനൽ ഗാർണിഷിംഗ് ആണ്. കുറച്ച് കൊക്കോ പൗഡർ നമ്മൾ മേലേക്ക് പയ്യെ തട്ടിയിടുകയാണ്. അപ്പോൾ അത്യാവശ്യം കാണാനും ഒരു ഭംഗിയായി. ഇനി നമുക്കൊരു 2 to ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു ഫ്ലഫി സ്റ്റീലാണ് ഇരിക്കുന്നത്. അപ്പോൾ 2 to 3 hours നമുക്ക് ഫ്രീസ് ചെയ്യാം. കൂടുതൽ ടൈം ഫ്രീസ് ചെയ്താലും നല്ലതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇനി നമുക്ക് സംഭവം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ ഒരു 2 hours ഫ്രീസ് ചെയ്തത്. നമുക്ക് അത്യാവശ്യം ഇപ്പോഴും ഒരു എന്താ പറയുക, ഒരു സോളിഡ് സ്റ്റേറ്റിലേക്കല്ല കിട്ടിയത്. അങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ അങ്ങനെ കിട്ടിയില്ല. ഇനി ടേസ്റ്റ് വൈസ് ഒന്ന് നോക്കാം. അത്യാവശ്യം നമുക്ക് ബ്രെഡും ചോക്ലേറ്റും പിന്നെ മേലെയുള്ള കൊക്കോ പൗഡറും എല്ലാം കൂടെ കാണാൻ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് വൈസ് സംഭവം അത്യാവശ്യം കൊള്ളാം. ഒരു ബ്രെഡിൻ്റെ ഒപ്പം ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. സംഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.